ഹലോ ഓൾ, വെൽക്കം ടു ദിശ അക്കാഡമി. എൻ്റെ പേര് ജിതിൻ. NTPC 2025 എക്സാമിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ആൻഡ് നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാകും. ഇനി നിങ്ങളുടെ മുമ്പിലുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ NTPC എക്സാമിന് വേണ്ടിയിട്ട് ജനറൽ അവയർനെസ്, ദാറ്റ് ഈസ് GK സബ്ജക്ട്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതിന്റെ ഒരു ഡീറ്റെയിൽഡ് സൊല്യൂഷൻ ആണ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ആൻഡ് റീസെന്റ് ആയിട്ടുള്ള NTPC എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. പ്രീവിയസ് ഇയേഴ്സിൽ അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ചോദിച്ചുകൊണ്ടിരുന്ന ആ ഒരു പാറ്റേണിലല്ല ഇപ്പൊ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പാറ്റേണും അതുപോലെ തന്നെ എക്സാം ട്രെൻഡും എന്ത് ചെയ്തിട്ടുണ്ട്, ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ട്രെൻഡിനോട് നിങ്ങൾ അഡാപ്റ്റ് ചെയ്തില്ലെങ്കിൽ ഈ ഒരു എക്സാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കില്ല. എന്താണ് ഈ മാറ്റം വന്ന ട്രെൻഡ്, എങ്ങനെ വേണം ഇതിനോട് അഡാപ്റ്റ് ചെയ്യാൻ എന്നുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ ഈ വീഡിയോ എൻഡ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോ എന്താണ് ജനറൽ അവയർനെസിന്റെ റോൾ? ഈ ഒരു NTPC എക്സാമിന് ജനറൽ അവയർനെസ് GK സബ്ജക്ട്സിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പൊ CBT 1 ഫസ്റ്റ് ടയർ NTPC എക്സാമിന്റെ ഫസ്റ്റ് ടയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 100 ക്വസ്റ്റ്യൻസ് 100 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഈ 100 ക്വസ്റ്റ്യൻസിൽ 40 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 40%. അതായത് 100ൽ 40 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫ്രം ജനറൽ അവയർനെസ്. അത് ജനറൽ അവയർനെസ്സിനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി CBT 2 എടുത്തു കഴിഞ്ഞാൽ CBT 2ൽ ടോട്ടൽ 120 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഈ 120 ക്വസ്റ്റ്യൻസിൽ 50 ക്വസ്റ്റ്യൻസ് 50 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ജനറൽ അവയർനെസ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് അറിയായിരിക്കും എന്താണ് ജനറൽ അവയർനെസിന്റെ ഇമ്പോർട്ടൻസ് എന്നുള്ള കാര്യം. CBT 1ൽ 100ൽ 40 ക്വസ്റ്റ്യൻസും ജനറൽ അവയർനെസ് ആണ്, GK ആണ്. അതുപോലെ തന്നെ CBT 2ൽ 120 ക്വസ്റ്റ്യൻസിൽ 50 ക്വസ്റ്റ്യൻസ് 50 ക്വസ്റ്റ്യൻസും എന്താണ്, ജനറൽ അവയർനെസ് GK സബ്ജക്ട്സിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു നമ്പർ കാണുമ്പോൾ അറിയാം ജനറൽ അവയർനെസ് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു എക്സാമിന് എന്നുള്ള കാര്യം. ആൻഡ് റീസെന്റ് ആയിട്ടുള്ള അതായത് 2025 അതായത് ജൂൺ ടു ഒക്ടോബർ ടൈമിലായിരുന്നു നമ്മുടെ പ്രീവിയസ് ഇയറിലെ 2024 NTPC എക്സാംസ് കണ്ടക്ട് ചെയ്ത്. ഈ വർഷം ആദ്യമാണ് NTPC 2024 എക്സാം കണ്ടക്ട് ചെയ്ത്. ആ ഒരു എക്സാമിന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും. പ്രീവിയസ് ഇയറിൽ അല്ലെങ്കിൽ അതിന് മുന്നേ ഉള്ള വർഷങ്ങളിൽ കുറച്ചും കൂടെ സ്റ്റാറ്റിക് പോർഷനിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്, ഡൈനാമിക് പോർഷനിലേക്ക് അതായത് കറന്റ് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഫാക്ച്വൽ ഇൻഫർമേഷൻ മാത്രം പഠിച്ചിരുന്നിട്ട് കാര്യമില്ല, കറന്റ് റിലേറ്റഡ് ഇവന്റ്സ് കൂടി അറിഞ്ഞിരുന്നാൽ മാത്രം സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സോ കറന്റ് അഫയേഴ്സിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ കറന്റ് ഇവന്റ്സിന്റെ ഇമ്പോർട്ടൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു എക്സാമിന് ജനറൽ അവയർനെസ് അല്ലെങ്കിൽ GK പഠിക്കുമ്പോൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, എൻറ്റയർ സബ്ജക്ട് പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റില്ല. ദാറ്റ്സ് ഫോർ 100% ഷുവർ. ഈ ഒരു എക്സാമിന് സബ്ജക്റ്റിനകത്ത് ഡെപ്ത് ഉണ്ടാക്കുകയല്ല നിങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓരോ സബ്ജക്ട്സിലും അതായത് ഓരോ GK സബ്ജക്ട്സിലും ഏതാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ എന്ന് ഫോക്കസ് ചെയ്തിട്ട് അല്ലെങ്കിൽ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ നോക്കി ആ ഏരിയ ആണ് എന്ത് ചെയ്യേണ്ടത്, കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്. അതായത് ചില ഏരിയാസിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. ആ ഏരിയാസിന് വേണം എന്ത് ചെയ്യാനായിട്ട്, കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാനായിട്ട്. അതായത് കുറച്ച് ഹൈ ഈൽഡ് ടോപ്പിക്സ് എന്നുണ്ട് ഓരോ സബ്ജക്ട്സിലും നമുക്ക് എടുത്തു പറയാനായിട്ട് കാണും. ആ ഹൈ ഈൽഡ് ടോപ്പിക്സ് ആണ് എന്ത് ചെയ്യേണ്ടത്, കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. ഏതൊക്കെയാണ് ഹൈ ഈൽഡ് ടോപ്പിക്സ് എന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. സോ ഓരോ സബ്ജക്ട്സിലും എന്തുണ്ട്, കുറച്ച് ഹൈ ഈൽഡ് ടോപ്പിക്സ് ഉണ്ട്. ഈ ഹൈ ഈൽഡ് ടോപ്പിക്സ് ആണ് ഏറ്റവും കൂടുതൽ മാർക്സ് എന്ത് ചെയ്യാൻ വരുന്നത്, നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് വരുന്നത്. അപ്പൊ ആ ടോപ്പിക്സ് അറിഞ്ഞ് അല്ലെങ്കിൽ ആ ഏരിയ അറിഞ്ഞിട്ട് ആ ഏരിയയെ വെച്ചിട്ടാണ് ആ ഏരിയ നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട്. ഇനി CBT 1 ആൻഡ് CBT 2. സോ ഫസ്റ്റ് ടയർ NTPC എക്സാമിന്റെ ഫസ്റ്റ് ടയർ ആൻഡ് സെക്കൻഡ് ടയർ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ നമ്മൾ ഡീകോഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ, ഇപ്പൊ കറന്റ് അഫയേഴ്സ് ജനറൽ അവയർനെസ് തന്നെ കറന്റ് അഫയേഴ്സ് നോക്കുകയാണെങ്കിൽ CBT 1ൽ ഏതാണ്ട് 10 to 12 ക്വസ്റ്റ്യൻസ്, അതായത് ടോട്ടൽ 40 ക്വസ്റ്റ്യൻസ് ആണ് CBT 1ൽ ജനറൽ അവയർനെസ്സിൽ നിന്ന് വരുന്നത്. ആ 40ൽ ഏതാണ്ട് 10 to 12 ക്വസ്റ്റ്യൻസും വരുന്നത് കറന്റ് അഫയേഴ്സിൽ നിന്നാണ്. അതുപോലെ തന്നെ CBT 2ൽ ടോട്ടൽ 120 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ടോട്ടൽ 120 ക്വസ്റ്റ്യൻസിൽ 50 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ജനറൽ അവയർനെസ് ആണ്. ഈ 50 ക്വസ്റ്റ്യൻസിൽ 12 to 15 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്, കറന്റ് അഫയേഴ്സിൽ നിന്നാണ് വരുന്നത്. അപ്പൊ കറന്റ് അഫയേഴ്സ് എടുത്തു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണെന്ത്, കറന്റ് അഫയേഴ്സ് എന്ന് പറയുന്നത്. CBT 1ൽ 40 ക്വസ്റ്റ്യൻസിൽ 10 to 12 ക്വസ്റ്റ്യൻസ് നമുക്ക് കറന്റ് അഫയേഴ്സിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം.
അതുപോലെ തന്നെ CBT 2ലേക്ക് വന്നു കഴിഞ്ഞാൽ 12 to 15 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം കറണ്ട് അഫയേഴ്സിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. സോ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നതാണ് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ആൻഡ് ഇതാണ് നിങ്ങളുടെ സെലക്ഷൻ ഡിസൈഡ് ചെയ്യുന്നത്. നിങ്ങൾ സെലക്ടഡ് ആകണോ റിജക്റ്റഡ് ആകണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് കറണ്ട് അഫയേഴ്സ് ആയിരിക്കും. കറണ്ട് അഫയേഴ്സിൽ നിങ്ങൾക്ക് ഹോൾഡ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ സെലക്ഷൻ ഷുവർ ആണ്. ബിക്കോസ് യു ഹാവ് ആൻ അഡ്വാൻറ്റേജ് ഓവർ ദി അതേഴ്സ്. മറ്റുള്ളവരുടെ മുകളിൽ നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് വെൻ യു ആർ ഫെമിലിയർ വിത്ത് കറണ്ട് അഫയേഴ്സ്. ഇനി രണ്ടാമത്തെ ആണെന്ത് ജനറൽ സയൻസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ജനറൽ സയൻസ്. ജനറൽ സയൻസ് എടുത്തു കഴിഞ്ഞാൽ CBT 1 8 മുതൽ 10 ക്വസ്റ്റ്യൻസ് വരെ എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് CBT 2ലേക്ക് വന്നു കഴിഞ്ഞാൽ 10 to 12 ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. സോ ഇതും എന്താണ് ഹൈ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ഏരിയ ആണ്. കറണ്ട് അഫയേഴ്സ് കഴിഞ്ഞാൽ പിന്നീട് ഹൈ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ഏരിയ ആണെന്ന് ജനറൽ സയൻസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഫിസിക്സ് കെമിസ്ട്രി ആൻഡ് ബയോളജി. ആൻഡ് തേർഡ് ആണെന്ത് സ്റ്റാറ്റിക് GK എന്ന് പറയുന്നത്. സോ സ്റ്റാറ്റിക് GK നോക്കിക്കഴിഞ്ഞാൽ CBT 1 നമുക്ക് 6 to 8 ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യാൻ സാധിക്കുന്നത് നോർമലി എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നത്. അതേസമയം CBT 2ലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 8 to 10 ക്വസ്റ്റ്യൻസ് വരെ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇതും എന്താണ് ഹൈ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ഏരിയ ആണ്. ആൻഡ് ഇവിടെ തന്നെ ഫോക്കസ് ചെയ്യേണ്ടത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ട് ആൻഡ് കൾച്ചറിലാണ് എന്ത് ചെയ്യേണ്ടത് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. സ്റ്റാറ്റിക് GK പോർഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആർട്ട് ആൻഡ് കൾച്ചറിൽ വേണം എന്ത് ചെയ്യാനായിട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യാനായിട്ട്. ഡാൻസ് ഫോംസും മറ്റുള്ള കാര്യങ്ങളുമാണ് എന്ത് ചെയ്യുന്നത് സ്റ്റാറ്റിക് GKയിൽ നിന്ന് കൂടുതലായിട്ട് ചോദിക്കുന്നത്. സോ ആർട്ട് ആൻഡ് കൾച്ചറിലാണ് എന്ത് ചെയ്യേണ്ടത് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് വെൻ ഇറ്റ് കംസ് ടു സ്റ്റാറ്റിക് GK. ആൻഡ് അടുത്ത സബ്ജക്ട് ആണെന്ത് ഹിസ്റ്ററി എന്ന് പറയുന്നത്. സോ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ CBT 1 നമുക്കൊരു 5 to 6 ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് CBT 2ലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 6 to 7 ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് അതുകൊണ്ട് തന്നെ എന്താണ് ഇതൊരു മോഡറേറ്റ് ഇമ്പോർട്ടൻസ്, അതായത് കറണ്ട് അഫയേഴ്സും ജനറൽ സയൻസും സ്റ്റാറ്റിക് GKയും കഴിഞ്ഞാൽ പിന്നീട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട, അതായത് അത്യാവശ്യം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ഏരിയ ആണെന്ന് ഹിസ്റ്ററി എന്ന് പറയുന്നത്. ആൻഡ് ഈ ഹിസ്റ്ററിയിൽ തന്നെ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് മോഡേൺ ഹിസ്റ്ററിക്ക് ആയിരിക്കണം. കാരണം ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് മോഡേൺ ഹിസ്റ്ററി സെക്ഷൻസിൽ നിന്നായിരിക്കും. സോ മോഡേൺ ഹിസ്റ്ററിക്ക് വേണം എന്ത് ചെയ്യാനായിട്ട് ഹിസ്റ്ററിയിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട്. നെക്സ്റ്റ് ഈസ് പൊളിറ്റി. പൊളിറ്റി എടുത്തു കഴിഞ്ഞാൽ ഒരു 3 to 4 ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യുന്നത് CBT 1 വരുന്നത്. ആൻഡ് CBT 2ലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 4 to 5 ക്വസ്റ്റ്യൻസ് വരും. ആൻഡ് അതുകൊണ്ട് തന്നെ എന്താണ് ഇത് മോഡറേറ്റ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ഏരിയ ആണ്. ബട്ട് പൊളിറ്റിയുടെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്താണ് ഹൈ അക്യുറസി പോസിബിൾ ആണ്. അതായത് ഇവിടെ നിങ്ങൾക്ക് നെഗറ്റീവ് വരാനുള്ള സ്കോപ്പ് വളരെ കുറവാണ്. നിങ്ങൾ കറക്റ്റ് ആയിട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചിട്ടുണ്ടെങ്കിൽ പൊളിറ്റിയിൽ നിങ്ങൾക്ക് ഫുൾ ക്വസ്റ്റ്യൻസും കറക്റ്റ് ആയിട്ട് തന്നെ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് നെഗറ്റീവ് വരാനുള്ള ചാൻസസ് എന്താണ് പൊളിറ്റിയിൽ കുറവാണ്. ബിക്കോസ് ഹൈ അക്യുറസിയിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും ഇഫ് യു ആർ ഫെമിലിയർ വിത്ത് ദി കോൺസെപ്റ്റ്. അടുത്തതാണെന്ത് ജോഗ്രഫി എന്ന് പറയുന്നത്. സോ ജോഗ്രഫിയിലേക്ക് വന്നു കഴിഞ്ഞാൽ CBT 1 3 to 4 ക്വസ്റ്റ്യൻസും CBT 2 3 to 4 ക്വസ്റ്റ്യൻസും ആയിരിക്കും വരുന്നത്. ആൻഡ് ഇതിനും എന്ത് ചെയ്യണം മോഡറേറ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യം ഉണ്ട്. സോ മോഡറേറ്റ് ഇമ്പോർട്ടൻസ് എന്ത് ചെയ്യണം ഇതിനും കൊടുക്കണം. ഇനി കമ്പ്യൂട്ടർ അല്ലെങ്കിൽ എക്കണോമിക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ CBT 1 നമുക്ക് 2 to 4 ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് CBT 2ലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 3 to 5 ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. സോ ഇതും എന്താണ് മോഡറേറ്റ് അല്ലെങ്കിൽ കുറച്ച് ലോ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണെന്ത് ഈ ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ആൻഡ് എക്കണോമിക്സിൽ തന്നെ സ്റ്റാറ്റിക് പോർഷനിൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട്. ആൻഡ് എക്കണോമിക്സിലെ കറണ്ട് അഫയേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത് ഇപ്പൊ കൂടുതലായിട്ട് ചോദിക്കുന്നത്. അതായത് സ്കീംസ് എക്കോണമി റിലേറ്റഡ് ആയ സ്കീംസ് ആണ് എന്ത് ചെയ്യുന്നത് ഇപ്പൊ കൂടുതലായിട്ട് ചോദിക്കുന്നത്. സ്കീംസ്, ബഡ്ജറ്റ്, അതുപോലെ തന്നെ പോളിസീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ ചോദിക്കുന്നത്. സ്റ്റാറ്റിക് പോർഷന് ഇമ്പോർട്ടൻസ് കുറച്ച് കുറവാണ്. ബട്ട് അതേസമയം എക്കോണമിയിലെ കറണ്ട് അഫയേഴ്സ് ആസ്പെക്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് കമ്പ്യൂട്ടറും ഒരുപാട് സ്ട്രെസ് ചെയ്യരുത്, ബട്ട് ബേസിക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. സോ കമ്പ്യൂട്ടറിനും നിങ്ങൾക്ക് ഒരു ലോ ഇമ്പോർട്ടൻസ് വേണമെങ്കിൽ കൊടുക്കാം. ഒരുപാട് ഡെപ്തിൽ പോകേണ്ട ആവശ്യമില്ല. ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ എന്ത് ചെയ്തിരിക്കണം അറിഞ്ഞിരിക്കണം. ഇതാണെന്ത് നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേണിന്റെ ഡീകോഡിംഗ് എന്ന് പറയുന്നത്. ഈ ലെവലിൽ വേണം എന്ത് ചെയ്യാനായിട്ട് നിങ്ങൾ ഓരോ സബ്ജക്ട്സും ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട്. കറണ്ട് അഫയേഴ്സിന് എന്ത് ചെയ്യുക കൂടുതൽ ഫോക്കസ് കൊടുക്കുക. അതിനുശേഷം ജനറൽ സയൻസ് വേണം നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ. ജനറൽ സയൻസിന് ശേഷം സ്റ്റാറ്റിക് GK, ദെൻ ഹിസ്റ്ററി, പൊളിറ്റി, ജോഗ്രഫി, എക്കണോമിക്സ് ആൻഡ് ലാസ്റ്റ് കമ്പ്യൂട്ടർ. ഈ രീതിയിൽ വേണം എന്ത് ചെയ്യാനായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. സോ ഈ ഒരു എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ സബ്ജക്ട്സും പഠിക്കുക എന്നുള്ളതല്ല. ഈ എല്ലാ സബ്ജക്റ്റിൽ നിന്നും ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. എൻ്റെ ടോപ്പിക്സ് അറിഞ്ഞിരിക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. ഏത് ടോപ്പിക്സിൽ നിന്നാണോ ക്വസ്റ്റ്യൻ വരുന്നത് ആ ടോപ്പിക്സ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ഒരു എക്സാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കൂ. ഇനി 2025 അതായത്
2025 നടന്നിട്ടുള്ള NTPC എക്സാമിൽ കണ്ടിട്ടുള്ള 3 മേജർ ട്രെൻഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് 3 ഗെയിം ചേഞ്ചിങ് ട്രെൻഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനകത്ത് ഫസ്റ്റ് വൺ ആണെന്ത്, സ്പോർട്സിനും അതുപോലെ തന്നെ അവാർഡ്സിനും ഉള്ള ഡോമിനൻസ് എന്ന് പറയുന്നത്. കറണ്ട് അഫയേഴ്സിൽ തന്നെ സ്പോർട്സിനും അവാർഡ്സിനും എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതൽ ഡോമിനൻസ് വന്നിട്ടുണ്ട്. അതായത് ഇപ്പോ എല്ലാ ഷിഫ്റ്റിലും 2025 നടന്ന എക്സാമിന്റെ എല്ലാ ഷിഫ്റ്റിലും ഒരു 3 to 4 ക്വസ്റ്റ്യൻസ്, 3 മുതൽ 4 ക്വസ്റ്റ്യൻസ് വരെ സ്പോർട്സ് ആൻഡ് അവാർഡ്സിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. സോ സ്പോർട്സ് എന്ന് പറയുമ്പോൾ മേജർ ടൂർണമെന്റ്സ്, അതിന്റെ വിന്നേഴ്സ്, അതുപോലെ അവാർഡ്സ് എന്ന് പറയുമ്പോൾ ആ അവാർഡ് കിട്ടിയവരുടെ പേര്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് എല്ലാ ഷിഫ്റ്റിലും എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 3 to 4 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. മുന്നേയുള്ള വർഷങ്ങളിൽ ഈ പേരുകൾ, അതായത് ലാസ്റ്റ് 12 മന്ത്സിലെ ലാസ്റ്റ് ഒരു വർഷത്തെ മേജർ അവാർഡ്സും അതുപോലെ തന്നെ മേജർ ഇവന്റ്സിന്റെ ഒക്കെ പേര് ഓർത്തിരിക്കുക എന്നുള്ള ഒരു ഓപ്ഷനിലായിരുന്നു. ബിക്കോസ് നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, വേണമെങ്കിൽ പഠിച്ചാൽ മതി, ഇല്ലെങ്കിലും കടന്നു കൂടി പോകാം എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പൊ എന്തില്ല, ആ ഒരു ഓപ്ഷൻ ഇല്ല. ബിക്കോസ് എല്ലാ ഷിഫ്റ്റിലും 3 മുതൽ 4 ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കുന്നുണ്ട്. ഔട്ട് ഓഫ് ദി 40 ക്വസ്റ്റ്യൻസ്, 40 ക്വസ്റ്റ്യൻസിൽ 3 മുതൽ 4 ക്വസ്റ്റ്യൻസ് വരെ സ്പോർട്സിൽ നിന്നും അവാർഡ്സിൽ നിന്നും ചോദിക്കുന്നുണ്ട്. സോ കറണ്ട് അഫയേഴ്സിൽ സ്പോർട്സിന്റെയും അവാർഡ്സിന്റെയും ഡോമിനൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ മേജർ ട്രെൻഡ് എന്ന് പറയുന്നതാണ് ആപ്ലിക്കേഷൻ ബേസ്ഡ് സയൻസ് ആണ്. ജനറൽ സയൻസിൽ, ദാറ്റ് ഈസ് ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജി, ജനറൽ സയൻസിൽ തന്നെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ചോദിച്ചു തന്നിട്ടുണ്ട്. അതായത് ഡയറക്റ്റ് ആയിട്ട് ഒരു ഡെഫിനിഷൻ തന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാതെ ആ ഒരു ഡെഫിനിഷന്റെ ആപ്ലിക്കേഷൻ ലെവൽ എന്ത് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അതായത് ഇപ്പൊ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ഏത് ഓർഗൻ ആയിരിക്കും അഫക്റ്റഡ് ആകുന്നത്, അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നതല്ല. ഒരു സിറ്റുവേഷൻ തരും, ആ ഒരു സിറ്റുവേഷൻ തന്നിട്ട് ഏതൊരു ഓർഗൻ ആണ് അഫക്റ്റഡ് ആകുന്നത്, ഈ രീതിയിലൊക്കെ എന്ത് ചെയ്യും, ആപ്ലിക്കേഷൻ ലെവലിലാണ് സയൻസിൽ നിന്ന് എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സോ കാണാതെ പഠിക്കുക, സയൻസ് കാണാതെ പഠിക്കുക എന്നുള്ളത് ഇപ്പോൾ ഒരു ഓപ്ഷൻ അല്ല. കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ് സയൻസിന്റെ കാര്യത്തിൽ ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട സ്ട്രാറ്റജി എന്ന് പറയുന്നത്. സോ എസ്പെഷ്യലി 9th മുതൽ 10th ക്ലാസ് വരെയുള്ള ബേസിക് NCERT, സയൻസിന്റെ ബേസിക് NCERTസിൽ നിന്ന് വേണം നിങ്ങൾക്ക് ഒരു ഹോൾഡ് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രം സോൾവ് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻ ബേസ്ഡ് സയൻസ് ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ഇപ്പൊ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് മൂന്നാമത്തെ ട്രെൻഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ട് ആൻഡ് കൾച്ചറിനകത്ത് വന്ന ഇമ്പോർട്ടൻസ് ആണ്. സോ ആർട്ട് ആൻഡ് കൾച്ചറിൽ വന്നിട്ടുള്ള സർജ് ആണത് മൂന്നാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ട്രെൻഡ് എന്ന് പറയുന്നത്. അതായത് ക്ലാസിക്കൽ ഡാൻസസിന്റെ ക്വസ്റ്റ്യൻസ്, അതുപോലെ നോർത്ത് ഈസ്റ്റേൺ ഫെസ്റ്റിവൽസ്, മ്യൂസിക്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഡാൻസ്, മ്യൂസിക്, നോർത്ത് ഈസ്റ്റേൺ ഫെസ്റ്റിവൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിന്റെ ക്വസ്റ്റ്യൻ നമ്പേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇൻസ്ട്രുമെന്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റാറ്റിക് GK പ്രിപ്പറേഷൻ എന്ത് ചെയ്യണം, കൂടുതൽ ഈ പോർഷൻസിന് എന്ത് ചെയ്യണം, ഫോക്കസ് കൊടുക്കണം. അതായത് ഡാൻസ് ഫോംസ്, മ്യൂസിക്, ഫെസ്റ്റിവൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്ത് ചെയ്യുക, കൂടുതൽ ഫോക്കസ് കൊടുക്കുക when it comes to static GK portion. അപ്പൊ ഈ രീതിയിൽ വേണം എന്ത് ചെയ്യാനായിട്ട്, നിങ്ങൾ ഓരോ കാര്യങ്ങളും പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ജനറൽ അവയർനെസ് സബ്ജക്ട്സിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുത്ത് പഠിക്കേണ്ട കീ ഏരിയാസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇതുവരെയുള്ള എക്സാം പാറ്റേണിൽ വന്ന ട്രെൻഡിനെ കുറിച്ചാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് ഏതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഹൈ ഈൽഡ് ടോപ്പിക്സ് എന്നുള്ള കാര്യമാണ്. ഏത് ടോപ്പിക്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വയം ചെയ്യാനായിട്ട് കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കും. ബിക്കോസ് NTPCക്ക് വേണ്ടിയിട്ട് ദിശ അക്കാഡമി എക്സ്ക്ലൂസീവ് ആയിട്ടൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് RRB NTPC 2026 ബാച്ച്. അതായത് നെക്സ്റ്റ് ഇയറിലേക്ക് നടക്കുന്ന NTPC 2025 എക്സാമിന്റെ ലൈവ് ഓൺലൈൻ ബാച്ച് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബാച്ചിൽ ലൈവ് ക്ലാസ്സസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു ബാച്ച് നമ്മൾ നവംബർ മന്തിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈ ഒരു കോഴ്സിന്റെ ഫീ എന്ന് പറയുന്നത് 5500 rupees ആണ്. ബട്ട് വി ആർ പ്രൊവൈഡിങ് ഇറ്റ് ആൻഡ് ഓഫർ. നമ്മളൊരു ഓഫറിലാണ് എന്ത് ചെയ്യുന്നത്, ഇപ്പൊ ഒരു കോഴ്സ് സെല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ 5000 rupees പ്ലസ് സം അഡീഷണൽ ഡിസ്കൗണ്ട്സ്, ചില അഡീഷണൽ ഡിസ്കൗണ്ട്സ് കൂടി നിങ്ങൾക്ക് ചിലപ്പോൾ ലഭിച്ചേക്കാം. ബേസ്ഡ് ഓൺ വിച്ച് ഡേ യു ആർ പർച്ചേസിങ്, ഏത് ഡേയിലാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് എന്നതിനെ ബേസ് ചെയ്ത് ചിലപ്പോൾ നിങ്ങൾക്ക് അഡീഷണൽ ഓഫേഴ്സ് കിട്ടിയേക്കാം. സോ ഇപ്പൊ നമ്മൾ ഈ കറന്റ് ഈ ഒരു കോഴ്സ് സെല് ചെയ്യുന്നത് 5000 rupeesനാണ്. അപ്പൊ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് 5000 rupeesന് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഈ ഒരു കോഴ്സിനെ കുറിച്ച് ഫർദർ ഡീറ്റെയിൽസ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലോ അല്ല ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലോ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 8075753676 ആൻഡ് 7012615062.
നമ്മുടെ എൻ്റെ ക്ലാസ്സസും ഈ ഒരു കോഴ്സിനകത്തുള്ള എൻ്റെ ക്ലാസ്സസും പോകുന്നത് ഞാൻ ഇപ്പോൾ പറഞ്ഞൊരു സ്ട്രാറ്റജിയുടെ ബേസിലാണ്. ഹൈ ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ നമ്മുടെ ക്ലാസ്സസ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ, ഈ ഒരു രീതിയിൽ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ ഡിഫിക്കൽട്ടി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും ഞങ്ങളുടെ ഈ RRB NTPC കോഴ്സ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഓൺലൈൻ കോഴ്സ് വേണ്ട, ഓഫ്ലൈൻ ആയിട്ടാണ് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ നമ്മുടെ 5 ബ്രാഞ്ചസിലും NTPCക്ക് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവ് ബാച്ച് ഈ ഒരു മന്ത് ഡിസംബർ മന്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ട്രിവാൻഡ്രം ബ്രാഞ്ചില് കൊല്ലം, കൊട്ടാരക്കര, തൃശൂർ ആൻഡ് കാലിക്കറ്റ് ഈ 5 ബ്രാഞ്ചസിലും NTPCക്ക് വേണ്ടിയിട്ട് ഒരു എക്സ്ക്ലൂസീവ് ബാച്ച് ഈ ഒരു മന്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഓൺലൈൻ താല്പര്യമില്ല, ഓഫ്ലൈൻ ആയിട്ടാണ് പഠിക്കാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഏത് ബ്രാഞ്ചിൽ വേണമെങ്കിലും എന്ത് ചെയ്യാൻ സാധിക്കും, ഈ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് എൻറോൾ ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ബ്രാഞ്ചിന്റെ നമ്പേഴ്സ് എല്ലാം തന്നെ നമ്മൾ സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. ഏത് ബ്രാഞ്ചിലാണോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ആ ഒരു ബ്രാഞ്ചിൽ കോൺടാക്ട് ചെയ്ത് ഫർദർ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാവുന്നതാണ്. അടുത്തതാണ് കറണ്ട് അഫയേഴ്സ്. നിങ്ങളുടെ സെലക്ഷൻ അല്ലെങ്കിൽ റിജക്ഷൻ ഡിസൈഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ ആണെന്ത്, കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. സോ കറണ്ട് അഫയേഴ്സിൽ എന്താണ് കൂടുതൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ എവിടെയാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം നോക്കാം. സോ കറണ്ട് അഫയേഴ്സിൽ തന്നെ ലാസ്റ്റ് 12 മന്ത്സ് എന്ത് ചെയ്യണം, നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ഈ ഒരു എക്സാം നടക്കുന്നതിന് തൊട്ടു മുന്നേ ഉള്ള 12 മന്ത്സിലെ കറണ്ട് അഫയേഴ്സ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, നോക്കിയിരിക്കണം. അതിനകത്ത് ഒരു കോംപ്രമൈസും പാടില്ല. അതിൽ തന്നെ എവിടെ ഫോക്കസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഏരിയ ആണ് എന്ത്, സ്പോർട്സ് എന്ന് പറയുന്നത്. ഹയസ്റ്റ് പ്രയോറിറ്റി നിങ്ങൾ എന്ത് ചെയ്യണം, സ്പോർട്സിന് കൊടുക്കണം. അതായത് ഈ ഒരു 12 മന്ത്സിൽ ലാസ്റ്റ് 12 മന്ത്സിൽ നടന്നിട്ടുള്ള മേജർ ഇമ്പോർട്ടന്റ് ടൂർണമെന്റ്സ്, അതിന്റെ വെന്യൂസ്, വിന്നേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ടെന്നീസ് ഗ്രാൻഡ് സ്ലാംസ്, IPL, അതുപോലെ തന്നെ വേൾഡ് കപ്പ് ക്രിക്കറ്റ്, ഏഷ്യൻ ഗെയിംസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ സ്പോർട്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടെർമിനോളജീസ്, ഓരോ ഗെയിംസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടെർമിനോളജീസ് എന്ത് ചെയ്യാറുണ്ട്, എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, കുറച്ചും കൂടി ഫോക്കസ് ചെയ്ത് പഠിക്കണം. ആൻഡ് മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നതാണ്, ഇവിടെ സ്പെസിഫിക് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതായത് പ്ലെയറിന്റെ നെയിം, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള വുമൺസ് വേൾഡ് കപ്പ് ക്രിക്കറ്റിനകത്ത് ആരാണ് പ്ലെയർ ഓഫ് ദി മാച്ച്, ഫൈനലിലെ പ്ലെയർ ഓഫ് ദി മാച്ച് ആരാണ്, അല്ലെങ്കിൽ ആ ടൂർണമെന്റ് പ്ലെയർ ഓഫ് ദി സീരീസ് ആരാണ്, ഇങ്ങനെ പ്ലെയർ സ്പെസിഫിക് നെയിംസ്, അതായത് സ്പെസിഫിക് ആയിട്ടുള്ള ഡേറ്റാസ് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. സോ സ്പെസിഫിക് ആയിട്ട്, അതായത് ഓരോ ടൂർണമെന്റിലും സ്പെസിഫിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില വെന്യൂസ്, അതായത് എവിടെ വെച്ചിട്ടാണ് ഒരു ടൂർണമെന്റ് നടക്കുന്നത്, വെന്യൂ അറിഞ്ഞിരിക്കണം. അതുപോലെ ആ ടൂർണമെന്റ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചില സ്പെസിഫിക് പ്ലെയേഴ്സിന്റെ, അതായത് പ്ലെയർ ഓഫ് ദി മാച്ച് അല്ലെങ്കിൽ പ്ലെയർ ഓഫ് ദി സീരീസ്, അങ്ങനെയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിരിക്കണം, നോക്കിയിരിക്കണം. ഇനി രണ്ടാമത് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഏരിയ ആണെന്ത്, അവാർഡ്സും അതുപോലെ തന്നെ റെക്കഗ്നിഷൻസും. ഈ അവാർഡ്സിൽ തന്നെ നോബൽ പ്രൈസസ്, ഓസ്കാർസ്, ഭാരത് രത്ന, അതുപോലെ തന്നെ പത്മ അവാർഡ്സ്, ഗാലൻട്രി അവാർഡ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്ത് പഠിക്കണം. കാരണം നോബൽ പ്രൈസുമായിട്ട് റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതുപോലെ തന്നെ ഓസ്കാർസ്, ഭാരത് രത്ന, പത്മ അവാർഡ്സ്, ഗാലൻട്രി അവാർഡ്സ്, ഇങ്ങനെയുള്ള അവാർഡ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതുപോലെ തന്നെ ഓരോ അവാർഡ്സും റിസീവ് ചെയ്ത റെസിപ്പിയൻസിന്റെ നെയിംസ് എന്ത് ചെയ്യാം, സ്പെസിഫിക് ആയിട്ട് ചോദിക്കാം. ആൻഡ് അവരുടെ ഫീൽഡും എന്ത് ചെയ്യാം, സ്പെസിഫിക് ആയിട്ട് ചോദിക്കാം. ആൻഡ് മൂന്നാമത് ഇമ്പോർട്ടൻസ് ആയിട്ട് കൊടുക്കേണ്ട ഏരിയ ആണെന്ത്, കീ അപ്പോയിന്റ്മെന്റ്സ് എന്ന് പറയുന്നത്. അതായത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ കീ അപ്പോയിന്റ്മെന്റ്സ്, അതായത് നീതി ആയോഗിന്റെ CEO, അതുപോലെ തന്നെ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ്. സോ ഇപ്പൊ റീസെന്റ് ആയിട്ട് നമുക്ക് ഇന്ത്യക്ക് ഒരു പുതിയ ചീഫ് ജസ്റ്റിസ് ഉണ്ട്, ജസ്റ്റിസ് സൂര്യകാന്ത് ആണ് ഇപ്പോഴത്തെ നമ്മുടെ ന്യൂ CJ എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ള ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെ അപ്പോയിന്റ്മെന്റ്, അതുപോലെ തന്നെ DRDO, ISRO പോലെയുള്ള റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഹെഡിന്റെ അപ്പോയിന്റ്മെന്റുകൾ, അതുപോലെ തന്നെ UN ബോഡി, യുണൈറ്റഡ് നേഷൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ബോഡീസ് ഉണ്ടെങ്കിൽ അതിന്റെ ലീഡർഷിപ്പിന്റെ കാര്യം, പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ്, SAARC, ASEAN, BRICS, ഇതുപോലെയുള്ള ഇമ്പോർട്ടന്റ് ഓർഗനൈസേഷൻസിന്റെ അപ്പോയിന്റ്മെന്റ് അല്ലെങ്കിൽ അതിന്റെ ചെയർമാൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതിന്റെ മീറ്റിംഗ് നടക്കുന്ന വെന്യൂസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കിയിരിക്കണം. അതുപോലെ തന്നെ അടുത്ത ഇമ്പോർട്ടന്റ് ഏരിയ ആണെന്ത്, ഗവൺമെന്റ് സ്കീംസ് എന്ന് പറയുന്നത്. ആൻഡ് ഇതിന് റീസെന്റ് ആയിട്ട് നടക്കുന്ന NTPC എക്സാംസിൽ ഒരുപാട് വെയിറ്റേജ് വരുന്നുണ്ട്. അതായത് എക്കോണമിയിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് സ്കീംസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് നേരത്തെ സമയത്ത് മുന്നേ ഉള്ള ടൈമുകളിൽ സ്കീംസിനകത്ത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പൊ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്കീം എന്താണ് എന്നുള്ള ബ്രീഫ് ഐഡിയ കൂടി ഉണ്ടെങ്കിൽ മാത്രം സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്.
മറ്റേത് ഡയറക്റ്റ് ആയിട്ട് വൺ വേർഡ് ആയിട്ടുള്ള സ്കീംസിൽ നിന്ന് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സോ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ആ സ്കീംസിനെ കുറിച്ച് ഒരു ബ്രീഫ് ഐഡിയ ഉണ്ടായിരിക്കണം. റഫ് ഐഡിയ പോരാ, മറ്റേ വൺ വേർഡ് പോലെ പഠിച്ചാൽ പോരാ, ആ സ്കീംസിനെ കുറിച്ച് ഒരു ബ്രീഫ് ഐഡിയ ഉണ്ടായിരിക്കണം. എന്നാലേ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റൂ, സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ സ്കീംസിന് എന്ത് ചെയ്യുക, വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ബിക്കോസ് ഇപ്പൊ റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള എക്സാംസിന്, അതായത് 2025 ജൂൺ ടു ഒക്ടോബർ ടൈമിലാണ് ഇപ്പോൾ ലാസ്റ്റ് NTPC എക്സാം നടന്നത്. ആ ഒരു NTPC എക്സാമിന് സ്കീംസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. ആ സ്കീംസിൽ തന്നെ ആ സ്കീംസിന്റെ ലോഞ്ച് ഡേറ്റ്, അതുപോലെ തന്നെ ഏതൊക്കെ കാറ്റഗറീസ് ആണ് ബെനിഫിഷ്യൽ ആകുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ കാറ്റഗറീസിനാണ് അതിന്റെ ബെനിഫിറ്റ്സ് കിട്ടുന്നത്, അതുപോലെ തന്നെ ഇംപ്ലിമെന്റിംഗ് മിനിസ്ട്രീസ് ഏതാണ്, അതുപോലെ തന്നെ എന്താണ് ബഡ്ജറ്ററി അലോക്കേഷൻ, ഇങ്ങനെ സ്പെസിഫിക് ഡീറ്റെയിൽസ് ചോദിക്കാറുണ്ട്. സോ ഒരു സ്കീം ഏത് മിനിസ്ട്രി ആണെന്നുള്ള രീതിയിൽ മാത്രമായിരുന്നു പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. ബഡ്ജറ്റ് ഔട്ട്ലേ, ബഡ്ജറ്റിനകത്ത് അതിനകത്ത് എത്ര, അല്ലെങ്കിൽ ബഡ്ജറ്റിന് ആ ഒരു സ്കീമിന് വേണ്ടിയിട്ട് എത്രയാണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന രീതിയിൽ എന്ത് ചെയ്യാറുണ്ട്, ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ സ്കീം ആർക്കൊക്കെ ബെനിഫിറ്റ് ആകും, അല്ലെങ്കിൽ ഈ ഒരു സ്കീമിന്റെ ബെനിഫിഷ്യറീസ് ആരൊക്കെയാണ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാറുണ്ട്, ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സോ സ്കീംസിനെ കുറിച്ച് ഒരു ബ്രീഫ് ഐഡിയ ഉണ്ടായിരിക്കണം. സ്കീംസ് ലോഞ്ച് ചെയ്ത ഡേറ്റും മിനിസ്ട്രിയും മാത്രം പോരാ, ആ സ്കീം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു ബ്രീഫ് ഐഡിയ എന്ത് ചെയ്തിരിക്കണം, ഉണ്ടാക്കിയിരിക്കണം. ആ രീതിയിലാണ് ഇപ്പോൾ എന്ത് ചെയ്യാറുള്ളത്, ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. നെക്സ്റ്റ് ഈസ് ജനറൽ സയൻസ്. സോ ജനറൽ സയൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ, സോ നമ്മൾ ഫസ്റ്റ്, അതായത് ആദ്യ തുടക്കത്തിൽ നമ്മൾ ആ ഒരു ഡീകോഡിങ് ചെയ്തല്ലോ. ഡീകോഡിങ് ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കേണ്ടത് കറണ്ട് അഫയേഴ്സിനാണെന്നുള്ള കാര്യം. രണ്ടാമത്തെ പ്രിഫറൻസ് കൊടുക്കുന്ന സെക്ഷൻ ഏതായിരുന്നു, ജനറൽ സയൻസ്. ജനറൽ സയൻസിനാണ് രണ്ടാമത്തെ പ്രിഫറൻസ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. ആ ജനറൽ സയൻസിൽ തന്നെ ബയോളജിക്കാണ് എന്ത് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത്. ഇപ്പൊ നമ്മൾ രണ്ടാമത്തെ സെക്ഷനിലേക്ക് വരുന്നു. ആ ഒരു ബ്രേക്ക് ഡൗൺ പറഞ്ഞപ്പോൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് കറണ്ട് അഫയേഴ്സിൽ നിന്നാണ്. കറണ്ട് അഫയേഴ്സിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. നമ്മൾ CBT1, CBT2 സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞിരുന്നല്ലോ. അപ്പൊ പറഞ്ഞാലും കറണ്ട് അഫയേഴ്സിലാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്, അതിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം. സെക്കൻഡ് മോസ്റ്റ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ ആണെന്ത്, ജനറൽ സയൻസ് എന്ന് പറയുന്നത്. ആ ജനറൽ സയൻസിൽ തന്നെ കൂടുതൽ സ്പെസിഫിക് ആയിട്ട് പഠിക്കേണ്ടത് ബയോളജിയാണ്. ബിക്കോസ് ബയോളജിക്കാണ് എന്ത് ചെയ്യുന്നത്, ഹയസ്റ്റ് വെയിറ്റേജ് വരുന്നത്. ഇനി ബയോളജിയിൽ തന്നെ ഹ്യൂമൻ അനാറ്റമി സിസ്റ്റംസ്, അതായത് ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം, നെർവസ് സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം, അതുപോലെ ഡിസീസ് ക്ലാസ് സർക്കുലേറ്ററി സിസ്റ്റം, ഇതുപോലുള്ള കാര്യങ്ങൾക്ക് എന്ത് ചെയ്യണം, കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇവിടെ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹൈ ഈൽഡ് ടോപ്പിക്സിന്റെ കാര്യമാണ്. കറണ്ട് അഫയേഴ്സിലെ ഹൈ ഈൽഡ് ടോപ്പിക്സ് ഏതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു. സ്പോർട്സും അവാർഡ്സും, അതുപോലെ തന്നെ എന്താണ് സ്പോർട്സ് ആൻഡ് അവാർഡ്സ്, അതുപോലെ തന്നെ കീ അപ്പോയിന്റ്മെന്റ്സ്, ദെൻ ഗവൺമെന്റ് സ്കീംസ്. ഇതൊക്കെയാണ് ഹൈ ഈൽഡ് ടോപ്പിക്സ് എന്ന് പറയുന്നത് വെൻ ഇറ്റ് കംസ് ടു കറണ്ട് അഫയേഴ്സ്. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജനറൽ സയൻസിനകത്തുള്ള ഹൈ ഈൽഡ് ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ള കാര്യമാണ്. ജനറൽ സയൻസിൽ തന്നെ ബയോളജിക്ക് വേണം ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൊടുത്ത് പഠിക്കാനെന്ന് ഞാൻ പറഞ്ഞു. ആൻഡ് ആ ബയോളജിയിൽ തന്നെ പ്രയോറിറ്റി ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹ്യൂമൻ അനാറ്റമി സിസ്റ്റം എന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം, ഹ്യൂമൻ നെർവസ് സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം, ഈ കാര്യങ്ങളൊക്കെ എന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ഡിസീസ് ക്ലാസിഫിക്കേഷൻ എന്താണ്, ഇമ്പോർട്ടന്റ് ആണ്. ഏതൊക്കെയാണ് വൈറൽ ഡിസീസസ്, ഏതൊക്കെയാണ് ബാക്ടീരിയൽ ഡിസീസസ്, ഈ കാര്യങ്ങളെല്ലാം എന്താണ്, ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ വൈറ്റമിൻസും അതുമൂലമുള്ള ഡെഫിഷ്യൻസീസും എന്താണ്, ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ആനിമൽ കിങ്ഡം ടാക്സോണമി എന്താണ്, ഒരു പ്രയോറിറ്റി ഏരിയ ആണ് ബയോളജിയിൽ തന്നെ. ജനറൽ സയൻസിൽ തന്നെ ബയോളജിക്കാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത്. ആ ബയോളജിയിലെ പ്രയോറിറ്റി ടോപ്പിക്സ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി രണ്ടാമത്തെ ആണെന്ത്, ഫിസിക്സ് എന്ന് പറയുന്നത്. ഫിസിക്സിൽ ഇപ്പൊ റീസെന്റ് ആയിട്ട് ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ചോദിക്കുന്നത്. ആൻഡ് ഈ ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് എസെൻഷ്യൽ ടോപ്പിക്കുകളുണ്ട്. ദാറ്റ് ഈസ് ലൈറ്റിന്റെ ബിഹേവിയർ, മിററിന്റെയും ലെൻസിന്റെയും കേസസിലുള്ള ലൈറ്റിന്റെ ബിഹേവിയർ, പിന്നെ സൗണ്ടിന്റെ പ്രോപ്പർട്ടീസ്, ദെൻ ഇലക്ട്രിസിറ്റിയുടെ ഫണ്ടമെന്റൽസ്, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്, ന്യൂട്ടൺസ് ലോസ് വിത്ത് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ്. ഇതൊക്കെയാണ് ചില എസെൻഷ്യൽ കമ്പോണൻസ് എന്ന് പറയുന്നത്. ഇനി കെമിസ്ട്രിയിലേക്ക് വന്നു കഴിഞ്ഞാൽ കെമിസ്ട്രിയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ്, കോമ്പൗണ്ട് നെയിംസ് ആണ്. അതായത് കെമിക്കൽ നെയിംസ്, നമ്മൾ ഹൗസ് ഹോൾഡിൽ യൂസ് ചെയ്യുന്ന കോമ്പൗണ്ട്സിന്റെ കെമിക്കൽ നെയിംസ്, അതായത് ബേക്കിംഗ് സോഡ, ബ്ലീച്ചിങ് പൗഡർ പോലെയുള്ള കോമ്പൗണ്ട്സിന്റെ കെമിക്കൽ നെയിംസ് എന്ത് ചെയ്യാറുണ്ട്,
കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഒരു ഏരിയ ആണ്. അതുപോലെ തന്നെ പീരിയോഡിക് ടേബിൾ എന്താണ് ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ ആണ്. അതുപോലെ തന്നെ pH വാല്യൂസ്, ഡെയിലി ലൈഫിലുള്ള പല സാധനങ്ങളുടെയും pH വാല്യൂസ് എന്താണ് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽ പ്രോപ്പർട്ടീസ്, ഇതൊക്കെയാണ് കെമിസ്ട്രിയിലെ ഫോക്കസ് ഏരിയാസ് എന്ന് പറയുന്നത്. ഇത് ഫോക്കസ് ഏരിയാസ് മാത്രമാണ്, മറ്റത് പഠിക്കരുതെന്നല്ല പറയുന്നത്. ഈ ഏരിയാസ് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കണം എന്നാണ് പറഞ്ഞത്. ഇനി ജി കെയിലേക്ക് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബാക്കി ജി കെ സബ്ജക്ട്സിലേക്ക് വന്നു കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് ഹിസ്റ്ററി, പൊളിറ്റി ആൻഡ് ജോഗ്രഫി. ഇതിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കേണ്ടത് ഹിസ്റ്ററിക്കാണ്. ആൻഡ് ഹിസ്റ്ററിയിൽ തന്നെ മോഡേൺ ഹിസ്റ്ററിക്കാണ് എന്ത് ചെയ്യേണ്ടത് കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത്. ബിക്കോസ് ഹിസ്റ്ററിയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിൽ 70% ക്വസ്റ്റ്യൻസും ഇറ്റ് ഈസ് ഫ്രം മോഡേൺ ഹിസ്റ്ററി. മോഡേൺ ഹിസ്റ്ററിക്കാണ് എന്ത് ചെയ്യേണ്ടത് ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്. ബിക്കോസ് ഹിസ്റ്ററിയിൽ നിന്ന് വരുന്ന ടോട്ടൽ ക്വസ്റ്റ്യൻസിന്റെ 70% ക്വസ്റ്റ്യൻസും മോഡേൺ ഹിസ്റ്ററിയുടെ ക്വസ്റ്റ്യൻസ് ആണ്. ഇനി മോഡേൺ ഹിസ്റ്ററിയിൽ തന്നെ എവിടെയാണ് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗാന്ധിയൻ എറ, അതായത് 1915 മുതൽ 1947 വരെയുള്ള പീരീഡ്, ദാറ്റ് ഈസ് ഗാന്ധിയൻ എറ. ഗാന്ധിയൻ എറയിൽ എന്ത് ചെയ്യാറുണ്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ സെഷൻസ്, അതായത് 1885 കോൺഗ്രസിന്റെ ഫോർമേഷൻ നടക്കുന്നു. കോൺഗ്രസിന്റെ ഫോർമേഷൻ നടന്നിട്ട് കോൺഗ്രസിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് സെഷൻസ് ഉണ്ട്. ആ ഓരോ സെഷൻസിലും ആരായിരുന്നു പ്രസിഡന്റ്, ആ ഒരു സെഷന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സോ ദാറ്റ്സ് എ കീ ഏരിയ. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് ഗവർണർ ജനറൽസ്, അതായത് ബ്രിട്ടീഷ് റൂളിന്റെ ടൈമിലുള്ള ഗവർണർ ജനറൽസ്. ആ ഗവർണർ ജനറൽസിന്റെ മേജർ പോളിസീസ്, ഇതൊക്കെ എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അതുപോലെ തന്നെ 1857 റിവോൾട്ട് ആൻഡ് അതിന്റെ ഫെർദർ ഡീറ്റെയിൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മോഡേൺ ഹിസ്റ്ററിയിൽ എന്ത് ചെയ്യേണ്ടത് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഇനി ഏൻഷ്യന്റും മിഡീവലും. സോ ഏൻഷ്യന്റും മിഡീവലും നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ ക്വസ്റ്റ്യൻസിന്റെ 30% മാത്രമേ ഈ രണ്ട് സെക്ഷനും, അതായത് ഏൻഷ്യന്റും മിഡീവലും കവർ ചെയ്യുന്നുള്ളൂ. സോ കുറച്ച് ഇമ്പോർട്ടൻസ് കുറഞ്ഞാലും മോഡേൺ ഹിസ്റ്ററി മസ്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഏൻഷ്യന്റും മിഡീവലും എന്ത് ചെയ്താൽ മതി, കുറച്ച് ഫോക്കസ് കുറച്ച് നോക്കിയാൽ മതി. ബിക്കോസ് only 30% ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ ഇതിനകത്ത് വരുന്നുള്ളൂ. ഇനി ഇതിൽ തന്നെ കീ ഏരിയാസ് അല്ലെങ്കിൽ കീ ടോപ്പിക്സ് ഏതൊക്കെയാന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇൻഡസ് വാലി സിവിലൈസേഷൻ അല്ലെങ്കിൽ ഇൻഡസ് വാലി സൈറ്റ്സ് എന്ന് പറയുന്നതാണ് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ബുദ്ധിസവും ജൈനിസവും ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. സോ കീ കോൺസെപ്റ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ ആൻഡ് ഇൻഡസ് വാലി സൈറ്റ്സ്, അതുപോലെ തന്നെ ബുദ്ധിസം ആൻഡ് ജൈനിസം. ദെൻ മുഗൾ ആർക്കിടെക്ചർ, മിഡീവലിലേക്ക് വന്നു കഴിഞ്ഞാൽ മുഗൾ ആർക്കിടെക്ചർ, അതുപോലെ തന്നെ ഡൽഹി സുൽത്താനേറ്റ്, ഇതൊക്കെ എന്താണ് മിഡീവൽ ഹിസ്റ്ററി എന്നുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ്. ഇനി പൊളിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, പൊളിറ്റിയിൽ കൂടുതലും ആർട്ടിക്കിൾ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത് കൂടുതലും ചോദിക്കുന്നത്. ആൻഡ് ഇതിൽ തന്നെ ആർട്ടിക്കിൾ 1 മുതൽ ആർട്ടിക്കിൾ 51A വരെയുള്ള ആർട്ടിക്കിൾ, സോ ആർട്ടിക്കിൾ 1 ടു ആർട്ടിക്കിൾ 51A, ഇത്രയും ആർട്ടിക്കിൾ എന്ത് ചെയ്യണം മസ്റ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്ന് വിടാതെ ആർട്ടിക്കിൾ 1 മുതൽ ആർട്ടിക്കിൾ 51A വരെയുള്ള ആർട്ടിക്കിൾസ് എന്ത് ചെയ്യണം നിങ്ങൾ അറിഞ്ഞിരിക്കണം, വിച്ച് ഈസ് വെരി വെരി എസെൻഷ്യൽ. ഇത് വളരെ വളരെ എസെൻഷ്യൽ ആണ്. 1 to 51A വരെയുള്ള ആർട്ടിക്കിൾസ് എന്ത് ചെയ്യണം ഒന്നും വിടാതെ അറിഞ്ഞിരിക്കണം. പിന്നെ ഇതിനകത്ത് പിന്നെ പൊളിറ്റിയിൽ ഫോക്കസ് ചെയ്യേണ്ടത് ബാക്കി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് മാത്രമാണ്. 1 to 51A വരെയുള്ള ആർട്ടിക്കിൾസ് എന്ത് ചെയ്യണം ഒന്നും വിടാതെ അതേപോലെ അറിഞ്ഞിരിക്കണം. എന്നാൽ ബാക്കിയുള്ള ആർട്ടിക്കിൾസ്, അതിനുശേഷം വരുന്ന ആർട്ടിക്കിൾസിൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. പിന്നീട് നമുക്ക് ആവശ്യമുള്ളത് കോൺസെപ്ച്വൽ ക്ലാരിറ്റി മാത്രമാണ്. അതിൽ തന്നെ പ്രസിഡന്റ് അല്ലെങ്കിൽ പ്രസിഡന്റും പ്രസിഡൻഷ്യൽ പവേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് പാർലമെന്റും പാർലമെന്റ് റിലേറ്റഡ് പ്രൊസീജിയേഴ്സും എന്താണ് ഇമ്പോർട്ടന്റ് ആണ് വെൻ ഇറ്റ് കംസ് ടു പൊളിറ്റി. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണെന്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്സ്. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇതുവരെ ഏതാണ്ട് 106 തവണ അമെന്റ് ചെയ്തിട്ടുണ്ട്. 106 അമെന്റ്മെന്റ്സ് നടന്നിട്ടുണ്ട്. ഈ 106 അമെന്റ്മെന്റ്സും പഠിച്ചിരിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 20 to 25 അമെന്റ്മെന്റ്സ് ഉണ്ട്. ഈ അമെന്റ്മെന്റ്സ് എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഈ 25 അമെന്റ്മെന്റ്സിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു 10 മുതൽ 12 വരെ അമെന്റ്മെന്റ്സ് ഉണ്ട്. ഇതാണ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. സോ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്സ് എന്ത് ചെയ്യാറുണ്ട് പൊളിറ്റിയിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാറുണ്ട്. സോ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്സ് എന്ത് ചെയ്യണം അറിഞ്ഞിരിക്കണം. അടുത്തതെന്ന് പറയുമ്പോൾ എന്താണ് ജോഗ്രഫിയാണ്. സോ ജോഗ്രഫി കൂടുതലും ഡേറ്റ ഡ്രിവൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. അതായത് ഡയറക്റ്റ് 1 to 2 ക്വസ്റ്റ്യൻസ് ആണ്, ഡയറക്റ്റ് 1 to 1 ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യുന്നത് ജോഗ്രഫിയിൽ നിന്ന് വരുന്നത്. അതായത് സ്പെസിഫിക് ആയിരിക്കും ക്വസ്റ്റ്യൻ, സ്റ്റാറ്റിക് ആയിരിക്കും ക്വസ്റ്റ്യൻ. ഇനി ജോഗ്രഫിയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ റിവേഴ്സും അതുപോലെ ഡാംസും, അതായത് ഓരോ സ്റ്റേറ്റിലുള്ള റിവേഴ്സ് ആൻഡ് ഡാംസ്, അതിനെക്കുറിച്ച് എന്ത് ചെയ്യണം ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൗണ്ടൻ പാസസ് എന്ത് ചെയ്യാറുണ്ട് ചോദിക്കാറുണ്ട്. പിന്നെ നാഷണൽ പാർക്സും നാഷണൽ പാർക്സിന്റെ ലൊക്കേഷൻസും.
അതായത് ഡയറക്റ്റ് ആയിട്ടുള്ള സ്റ്റാറ്റിക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. കൂടുതൽ കൺഫ്യൂഷൻ ഒന്നും ആവശ്യമില്ല. സോ മേജർ റിവേഴ്സ് ആൻഡ് മേജർ ഡാംസ് അതറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ മൗണ്ടൻ പാസസും നാഷണൽ പാർക്ക് ലൊക്കേഷൻസും ഇതും എന്താണ് ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഹ്യൂമൻ ജോഗ്രഫിയിലേക്ക് വന്നു കഴിഞ്ഞാൽ സെൻസസ് 2011 ഡേറ്റ, അതായത് 2011 സെൻസസ് ഡേറ്റയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് വെൻ ഇറ്റ് കംസ് ടു ഹ്യൂമൻ ജോഗ്രഫി. ഇതുവരെ നമ്മുടെ അടുത്ത സെൻസസ് നടന്നിട്ടില്ല. സോ സ്റ്റിൽ നമ്മളുടെ ക്വസ്റ്റ്യൻസ് വരുന്നത് 2011 സെൻസസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ 2011 സെൻസസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക അറിഞ്ഞിരിക്കണം. ഇനി സ്റ്റാറ്റിക് GK വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ആർട്ട് ആൻഡ് കൾച്ചർ വേണം എന്ത് ചെയ്യാനായിട്ട് ഫോക്കസ് ചെയ്യാനായിട്ട്. ആർട്ട് ആൻഡ് കൾച്ചറിൽ വേണം കൂടുതൽ ഫോക്കസ് ചെയ്യാനായിട്ട്. സോ പ്രയോറിറ്റി ടോപ്പിക്സ് സ്റ്റാറ്റിക് GK തന്നെ ആർട്ട് ആൻഡ് കൾച്ചറിലെ പ്രയോറിറ്റി ടോപ്പിക്സ് ഏതൊക്കെയാന്ന് നോക്കിക്കഴിഞ്ഞാൽ ക്ലാസിക്കൽ ഡാൻസസ്, അതുപോലെ തന്നെ റിനൗണ്ട് ഡാൻസസ്, ഇവരെ കുറിച്ച് എന്ത് ചെയ്യണം ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഓരോ സ്റ്റേറ്റിലും എന്തുണ്ട് ഫോക്ക് ഡാൻസസ് ഉണ്ട്. ഓരോ സ്റ്റേറ്റിന്റെയും ഫോക്ക് ഡാൻസസ് ഏതാണ് എന്നുള്ള കാര്യം എന്തിരിക്കണം അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ടെമ്പിൾ ആർക്കിടെക്ചർ, that is ദ്രാവിഡ ആർക്കിടെക്ചർ, നഗര സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ, ഇങ്ങനെ കുറച്ച് ടെമ്പിൾ ആർക്കിടെക്ചേഴ്സ് ഉണ്ട്. സോ ടെമ്പിൾ ആർക്കിടെക്ചേഴ്സ് എന്ത് ചെയ്യണം അറിഞ്ഞിരിക്കണം. ദെൻ UN ഹെഡ്ക്വാർട്ടേഴ്സ്, സോ UN ഒരുപാട് ബോഡീസ് ഉണ്ട്. ആ ഓരോ ബോഡീസിന്റെയും ഹെഡ്ക്വാർട്ടേഴ്സിനെ കുറിച്ച് എന്ത് ചെയ്യണം ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേയ്സും ആ ഡേയ്സിന്റെ സിഗ്നിഫിക്കൻസും, ഇതൊക്കെയാണ് സ്റ്റാറ്റിക് GK കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഏരിയാസ് എന്ന് പറയുന്നത്. ആർട്ട് ആൻഡ് കൾച്ചറിൽ വേണം എന്ത് ചെയ്യാനായിട്ട് സ്റ്റാറ്റിക് GK കൂടുതൽ ഫോക്കസ് ചെയ്യാനായിട്ട്. ഇനി ഒരു 60 ഡേയ്സ് കൊണ്ട് നിങ്ങൾക്ക് ജനറൽ അവയർനെസ് അല്ലെങ്കിൽ GK സബ്ജക്ട്സ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അതിനൊരു ബേസിക് പ്ലാൻ ഉണ്ട്. ഇത് ബേസിക് പ്ലാൻ മാത്രമാണ്, അഡ്വാൻസ് പ്ലാൻ അല്ല. ഇപ്പൊ നിങ്ങൾ ഫൗണ്ടേഷൻ ലെവലിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഒന്നുമില്ല, യു ആർ സ്റ്റാർട്ടിങ് ഫ്രം ദ സ്ക്രാച്ച്, നിങ്ങൾ സ്ക്രാച്ചിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, നിങ്ങൾക്ക് പ്രത്യേകിച്ച് ബേസിക്സ് ഒന്നുമില്ലെങ്കിൽ ഒരു ബേസിക് പ്ലാൻ ഞാൻ പറഞ്ഞുതരാം. ഒരു 60 ഡേയ്സിന്റെ ബേസിക് പ്ലാൻ. ആ ബേസിക് പ്ലാനിനകത്ത് ഫസ്റ്റ് 20 ഡേയ്സ്, അതായത് Day 1 മുതൽ Day 20 എന്ന് പറയുന്നത് നിങ്ങളുടെ ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യാനുള്ള ഡേയ്സ് ആണ്. ഇവിടെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ജനറൽ സയൻസും സ്റ്റാറ്റിക് GK ആയിരിക്കണം. നിങ്ങൾ ബേസിൽ വളരെ ബേസിക് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഫൗണ്ടേഷനും ഇല്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് 20 ഡേയ്സ്, ആദ്യത്തെ 20 ഡേയ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യാനുള്ള ഡേയ്സ് ആണ്. ഇവിടെ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ജനറൽ സയൻസും അതുപോലെ തന്നെ സ്റ്റാറ്റിക് GK ആയിരിക്കണം. ആൻഡ് ഇതിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും എന്ത് ചെയ്യണം അറ്റ്ലീസ്റ്റ് ഒരു സയൻസ് ചാപ്റ്റർ എങ്കിലും എന്ത് ചെയ്തിരിക്കണം വായിച്ചിരിക്കണം. NCERTസിൽ നിന്ന് അറ്റ്ലീസ്റ്റ് ഒരു സയൻസ് ചാപ്റ്റർ എങ്കിലും എന്ത് ചെയ്യണം ഈ 20 ഡേയ്സിലും വായിച്ചിരിക്കണം. അതുപോലെ തന്നെ സ്റ്റാറ്റിക് GKയിൽ ഒരു സ്റ്റാറ്റിക് ടോപ്പിക് എന്ത് ചെയ്യണം മെമ്മറൈസ് ചെയ്യണം ഡെയിലി. അതിപ്പോ ഡാംസ് ആവാം, നാഷണൽ പാർക്സ് ആവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവാം. സോ സ്റ്റാറ്റിക് GKയിൽ നിന്ന് എന്ത് ചെയ്യണം ഒരു സ്റ്റാറ്റിക് ടോപ്പിക്ക് എല്ലാ ദിവസവും മെമ്മറൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സും എന്ത് ചെയ്യണം ഈ ഫസ്റ്റ് 20 ഡേയ്സിൽ നിങ്ങൾ തുടങ്ങിയിരിക്കണം. കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് പുറകിലേക്ക് പോകണ്ട. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം ലാസ്റ്റ് ഒരു മാസത്തെ കറണ്ട് അഫയേഴ്സ് നോക്കാനായിരിക്കും. കാരണം നിങ്ങൾ കൂടുതൽ ഫെമിലിയർ ആയിട്ടുള്ളത് റീസെന്റ് ആയിട്ടുള്ള ന്യൂസിലായിരിക്കും. സോ എന്ത് ചെയ്യുക ലാസ്റ്റ് മാസത്തെ ലാസ്റ്റ് മന്തിലെ കമ്പൈലേഷൻസ് വെച്ചിട്ട് എന്ത് ചെയ്യുക കറണ്ട് അഫയേഴ്സ് സ്റ്റാർട്ട് ചെയ്യുക. കാരണം നിങ്ങൾ ബേസിക്കിൽ അല്ലെങ്കിൽ ഏറ്റവും ലോ ലെവലിൽ നിന്നാണ് ബിൽഡ് ചെയ്ത് തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പുറകിലേക്ക് പോകണ്ട. ലാസ്റ്റ് ഒരു മാസത്തെ കറണ്ട് അഫയേഴ്സ് എന്ത് ചെയ്താൽ മതി ഈ ഫസ്റ്റ് 20 ഡേയ്സിൽ നോക്കിയാൽ മതി. ഇനി അതിനുശേഷം സെക്കൻഡ് ഫേസ് എന്ന് പറയുമ്പോൾ 21 to 40 ഡേയ്സ്, ആദ്യത്തെ 20 ദിവസം കഴിഞ്ഞു. അതിനുശേഷമുള്ള നെക്സ്റ്റ് 20 ഡേയ്സ് ആണെന്ത് phase 2 എന്ന് പറയുന്നത്. ഈ phase 2 എന്ത് ചെയ്യണം നിങ്ങൾ ഹിസ്റ്ററി, പൊളിറ്റി, അതുപോലെ തന്നെ ലാസ്റ്റ് 6 മന്ത്സിലെ കറണ്ട് അഫയേഴ്സ്. സോ ഫസ്റ്റ് 20 ഡേയ്സ് കൊണ്ട് ലാസ്റ്റ് മന്ത് കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ പഠിച്ചത്. എന്നാൽ സെക്കൻഡ് ഫേസിലേക്ക് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം സ്പീഡ് ഒന്ന് ഇൻക്രീസ് ചെയ്യണം. അതായത് ലാസ്റ്റ് 6 മാസത്തെ കറണ്ട് അഫയേഴ്സ് എന്ത് ചെയ്യണം നിങ്ങൾ ഈ ഒരു 20 ഡേയ്സിൽ 21 to 40 ഡേയ്സിൽ എന്ത് ചെയ്യണം കവർ ചെയ്തിരിക്കണം. ആൻഡ് ഹിസ്റ്ററിയിൽ തന്നെ എന്ത് ചെയ്യുക മോഡേൺ ഇന്ത്യയിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. നമ്മൾ പറഞ്ഞു ഹിസ്റ്ററിയിൽ തന്നെ വരുന്ന ക്വസ്റ്റ്യൻസിന്റെ 70% മോഡേൺ ഹിസ്റ്ററിയിലാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ മോഡേൺ ഹിസ്റ്ററി വേണം എന്ത് ചെയ്യാനായിട്ട് ഫോക്കസ് ചെയ്യാനായിട്ട്. പൊളിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസും അതുപോലെ തന്നെ കീ അമെന്റ്മെന്റ്സും ചില കോൺസെപ്റ്റുകളും എന്ത് ചെയ്യുക പഠിക്കുക. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ലാസ്റ്റ് 6 മന്ത്സിലെ കറണ്ട് അഫയേഴ്സ് എന്ത് ചെയ്യണം നോക്കണം. അതായത് ലാസ്റ്റ് ഒരു 4 to 5 മന്ത്സിലെ മന്ത്ലി കമ്പൈലേഷൻസ് നോക്കിയാലും നിങ്ങളുടെ പേർപ്പസ് ഒക്കെ ഒരുവിധം സോൾവ് ആകും. നെക്സ്റ്റ് അടുത്ത ഫേസ് ആണെന്ത് തേർഡ് phase 3 എന്ന് പറയുന്നത്. ഇതൊരു അഡ്വാൻസ് ഫേസ് ആണ്. അതായത് 10 ഡേയ്സ് ഉള്ള ഒരു അഡ്വാൻസ് ഫേസ്. 41 to 50 ഡേയ്സ് ആണെന്ത് ഈ ഒരു phase 3 എന്ന് പറയുന്നത്. phase 3ലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട സബ്ജക്ട്സ് ജോഗ്രഫിയും അതുപോലെ തന്നെ
റിമൈനിങ് കറണ്ട് അഫയേഴ്സും ആണ്. ജോഗ്രഫിയിൽ തന്നെ റിവേഴ്സ്, ഇന്ത്യയിലുള്ള കംപ്ലീറ്റ് റിവേഴ്സ്, കംപ്ലീറ്റ് മൗണ്ടൻസ് ആൻഡ് സെൻസസ് ഡേറ്റ, ഇതാണ് ജോഗ്രഫിയിൽ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു. റിവേഴ്സും മൗണ്ടൻസും അതുപോലെ തന്നെ സെൻസസ് ഡേറ്റ എന്ന് പറഞ്ഞു. ഇതൊക്കെ എന്ത് ചെയ്യണം, ഈ 10 ഡേയ്സ് കൊണ്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ബാക്ക്ലോഗ് ആയിട്ടുള്ള, അതായത് പെൻഡിങ് കിടക്കുന്ന ബാക്കി കറണ്ട് അഫയേഴ്സ് എല്ലാം തന്നെ, അതായത് ലാസ്റ്റ് 8 മുതൽ 12 മാസം വരെയുള്ള കറണ്ട് അഫയേഴ്സ് എന്ത് ചെയ്യണം, ഈ ഒരു 10 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഓരോ ടോപ്പിക്, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ എല്ലാ സബ്ജക്ട്സും എന്ത് ചെയ്തു, ഒരു റൗണ്ട് റിവൈസ് ചെയ്തു. അപ്പൊ എന്ത് ചെയ്യുക, സബ്ജക്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോറിലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് കറണ്ട് അഫയേഴ്സുമായിട്ട് എന്ത് ചെയ്യുക, ഈ സ്റ്റാറ്റിക് സബ്ജക്ട്സ് കോറിലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോ നിങ്ങൾ പൊളിറ്റി ഈ ഒരു സെക്കൻഡ് ഫേസ് എടുത്തു കഴിഞ്ഞാൽ, പൊളിറ്റിയിൽ നിങ്ങൾ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെ അപ്പോയിന്റ്മെന്റിനെ കുറിച്ച് പഠിച്ചു കാണും. ആൻഡ് ഇപ്പോൾ ഉള്ള കറണ്ട് അഫയേഴ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പുതിയ CGയെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്ത് ചെയ്യുക, റിലേറ്റ് ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് നോക്കുക. ഇപ്പൊ നിങ്ങൾ കറണ്ട് അഫയേഴ്സിൽ പുതിയ CG ആരാന്ന് പഠിച്ചു. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം CGയുടെ അപ്പോയിന്റ്മെന്റ് എങ്ങനെയാണ് ചെയ്യുന്നത്, ആരാണ് CG അപ്പോയിന്റ് ചെയ്യുന്നുള്ള കാര്യം. സോ ആ സ്റ്റാറ്റിക് പോർഷനും കറണ്ട് അഫയേഴ്സ് പോർഷനുമായിട്ട് എന്ത് ചെയ്യുക, ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി ലാസ്റ്റ് ഫേസ് ആണെന്ത്, ഫേസ് 4 എന്ന് പറയുന്നത്. ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾ മാസ്റ്റർ ചെയ്യേണ്ടത്. ജനറൽ അവയർനെസ്സിൽ അല്ലെങ്കിൽ GK സബ്ജക്ട്സിൽ നിങ്ങൾ മാസ്റ്റർ ചെയ്യേണ്ടത് ഈ ഒരു ലാസ്റ്റ് ഫേസിലാണ്, ഫേസ് 4ലാണ്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എത്ര മോക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും മോക്ക് ടെസ്റ്റ് എന്ത് ചെയ്യുക. അതുപോലെ തന്നെ സ്ട്രാറ്റജിക് ആയിട്ട് എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. ഏറ്റവും കീ ഏരിയാസ്, അതായത് മോക്ക് ടെസ്റ്റ് ചെയ്യുക. മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഏത് ഏരിയയിലാണോ നിങ്ങൾക്ക് വീക്ക്നെസ് തോന്നുന്നത് ആ ഏരിയ എന്ത് ചെയ്യുക, മൾട്ടിപ്പിൾ ടൈംസ് റിവൈസ് ചെയ്യുക. ബാക്കിയുള്ളതെല്ലാം ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോയാൽ മതി. പക്ഷെ എവിടെയാണോ വീക്ക്നെസ് വരുന്നത് ആ ഏരിയ എന്ത് ചെയ്യണം, മസ്റ്റ് ആയിട്ട് റിവൈസ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ 2025ലും 2021ലും, ഇതാണ് റീസെന്റ് ആയിട്ടുള്ള 2 എക്സാംസ് എന്ന് പറയുന്നത്. ഈ 2 എക്സാംസിലെയും PYQs എന്ത് ചെയ്യുക, അനലൈസ് ചെയ്ത് നോക്കുക. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഏത് ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വോളറ്റൈൽ ഡേറ്റ, അതായത് ചേഞ്ച് ചെയ്യാൻ സാധ്യതയുള്ള ഡേറ്റാസ് എന്ത് ചെയ്യുക, ഒന്ന് റിവൈസ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് മറന്നു പോകാൻ ചാൻസ് ഉള്ള കാര്യങ്ങളാണ് ഈ ആർട്ടിക്കിൾസിന്റെ നമ്പറും ഡേറ്റും അതുപോലെയുള്ള കാര്യങ്ങൾ. അതൊക്കെ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് എലിമിനേഷൻ ടെക്നിക് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ബിക്കോസ് സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ഇപ്പൊ ചോദിക്കാറുണ്ട്. സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ കൂടുതലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നത് എലിമിനേഷൻ ടെക്നിക് ആയിരിക്കും. അതായത് ഏതെങ്കിലും ഒരു ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് ബാക്കി ഡയറക്റ്റ്, ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് ലെവൽ അല്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിച്ചോ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും ഏതെങ്കിലും ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എളുപ്പത്തിൽ ആൻസറിലേക്ക് എത്താൻ പറ്റും. നിങ്ങൾക്ക് ചിലപ്പോൾ ഡയറക്റ്റ് ആൻസർ അറിയില്ലായിരിക്കും, ഒരു ക്വസ്റ്റ്യന്റെ ഡയറക്റ്റ് ആൻസർ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. പക്ഷേ ആ ഓപ്ഷനകത്തുള്ള ചില ആൻസർ, അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷനകത്തുള്ള ചില ഓപ്ഷൻസ് എന്തായാലും ആൻസർ ആയിട്ട് വരില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും. ആ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസറിലേക്ക് അറൈവ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഒരു ആൻസർ ഡയറക്റ്റ് അറിയില്ലെങ്കിൽ പോലും ഓപ്ഷനിൽ തന്നിരിക്കുന്ന ചില ഓപ്ഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാനായിട്ട് പറ്റും. ഇങ്ങനെ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലാസ്റ്റ് ആൻസറിലേക്ക് അറൈവ് ചെയ്യാനായിട്ട് സാധിക്കും. സോ എലിമിനേഷൻ ടെക്നിക് എന്ത് ചെയ്യുക, മസ്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതിനകത്തൊരു ഗ്രിപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് എന്ത് ചെയ്യണം, ശ്രമിക്കണം. ഇനി ഒരിക്കലും വിട്ടുപോകാത്ത ചില ടിപ്സ് എന്ന് പറയുന്നത്, കമ്പ്യൂട്ടറിന്റെ ടോപ്പിക്സ് എന്ത് ചെയ്ത് ഒരിക്കലും ഇഗ്നോർ ചെയ്യരുത്. അതായത് കമ്പ്യൂട്ടറിന് ലീസ്റ്റ് ഫോക്കസ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ബട്ട് ലീസ്റ്റ് ഫോക്കസ് കൊടുക്കുമ്പോൾ അത് മറന്നു പോകരുത്. അത് ഉറപ്പായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ഓർത്തിരിക്കണം. അതായത് ഷോർട്ട് കട്ട്സ്, കമ്പ്യൂട്ടറായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഷോർട്ട് കട്ട്സ്, അതുപോലെ തന്നെ ഫുൾ ഫോംസ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, ലാസ്റ്റ് റിവൈസ് ചെയ്യുക. സോ ലാസ്റ്റ് ഒരു 2-3 ദിവസം ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്താലും മതി. ബട്ട് ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, കമ്പ്യൂട്ടറിന്റെ ബേസിക് ഫണ്ടമെന്റൽസ് എന്ത് ചെയ്യണം, നോക്കിയിട്ട് തന്നെ പോകണം. ബിക്കോസ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ലീസ്റ്റ് പ്രയോറിറ്റി കൊടുത്താൽ മതി, അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ബട്ട് ലീസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുമ്പോൾ ഈ സാധനം വിട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇത് വിട്ടു പോകരുത്. കമ്പ്യൂട്ടറിന്റെ ഫണ്ടമെന്റൽസ് എന്ത് ചെയ്തിരിക്കണം, അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഓപ്ഷൻ എലിമിനേഷൻ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. അതിനകത്തൊരു ടെക്നിക് ഉണ്ടാക്കിയെടുക്കണം. നിങ്ങൾക്ക് സ്വയം ഒരു ടെക്നിക് എന്ത് ചെയ്യണം, അതിനകത്ത് ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ എന്ത് ചെയ്യുക, മസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുക. മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻ തെറ്റിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസിനകത്ത് കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ മാത്രം പഠിക്കാൻ നിൽക്കരുത്. ആ ഒരു എൻ്റയർ ടോപ്പിക് എന്ത് ചെയ്യണം, പഠിക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ വൈറ്റമിൻസിന്റെ ഒരു ക്വസ്റ്റ്യൻ ആകത്താണ് നിങ്ങൾക്ക് നെഗറ്റീവ് വന്നതെന്ന് വിചാരിക്കാം. സോ ആ ആൻസർ മാത്രം പഠിക്കാൻ നിൽക്കരുത്. ആ വൈറ്റമിൻസിന്റെ എൻ്റയർ പോർഷൻ എന്ത് ചെയ്യുക, ഒന്ന് റിവൈസ് ചെയ്യുക. അതായിരിക്കും കുറച്ചും കൂടെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. സോ ഈ ടിപ്സ് ഒക്കെ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക.
ഈ രീതിയിൽ വേണം എന്ത് ചെയ്യാനായിട്ട് NTPCക്ക് വേണ്ടിയിട്ട് നിങ്ങൾ GK അല്ലെങ്കിൽ ജനറൽ അവയർനെസ് സബ്ജക്ട്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഈ രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്മാർട്ട് വർക്കിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, സെലക്ഷൻ നേടാനായിട്ട് സാധിക്കും. അല്ലാതെ എൻ്റെ സബ്ജക്ട്സും മാസ്റ്റർ ചെയ്തിട്ട് എക്സാം എഴുതാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എക്സാം ഇപ്പോഴൊന്നും എഴുതാൻ സാധിക്കില്ല. ഏതൊക്കെയാണോ ഹൈ ടോപ്പിക്സ് അതിനകത്ത് ഫോക്കസ് ചെയ്യുക, ആ ഒരു ഏരിയയിൽ എന്ത് ചെയ്യുക, കൂടുതൽ ഫോക്കസ് കൊടുത്ത് പഠിക്കുക, അങ്ങനെ സെലക്ഷൻ നേടാനായിട്ട് ശ്രമിക്കുക. ഈ രീതിയിൽ വേണം എന്ത് ചെയ്യാനായിട്ട് ജനറൽ അവയർനെസ് അല്ലെങ്കിൽ GK പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഈ ഒരു സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അടുത്ത എക്സാമിന് സെലക്ഷൻ നേടാനായിട്ട് സാധിക്കും. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്